പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. അമ്മേ പരിശുദ്ധമേ, അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമേ, അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7 ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമ സംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണ വഴി ഇടയാക്കണമേ. പരിശുദ്ധമ്മേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനകളോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം പറ മക്കളെ. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോമിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്വസ്ഥം ചെയ്യുന്ന കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവേ, സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ. 39 വർഷം ഞാൻ അർപ്പിച്ച കൃപാന്റെ യുഗതിയാൽ കൃപാസ്ഥാനത്താരെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തിൽ ഞാൻ മക്കളെ ആശീർവദിക്കുന്നു, പൊടിക്കുഞ്ഞുങ്ങളെ ആശീർവദിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഹൃദയവേദന അനുഭവിക്കുന്നവരെയും ഹൃദയവാൽവ് ചുരുങ്ങിയവരെയും ഹൃദയ അസുഖം മൂലം ശ്വാസം മുട്ടുന്നവരെയും കർത്താവ് ഇതിൻ്റെ വിശുദ്ധമായ രഥത്തെ കഴുകണമെന്ന് പ്രാർത്ഥിക്കുന്നു. കരളി എല്ലാവരും ചെയ്യുന്നവരെ കർത്താവ് ആശീർവദിക്കട്ടെ. കിഡ്നി ചുരുങ്ങിപ്പോകുന്നവരെ കർത്താവ് ആശീർവദിക്കട്ടെ. കർത്താവ് തലവേദന വിട്ടുമാറാത്ത തലവേദന മെനിഞ്ചൈറ്റിസ് അസുഖമുള്ളവരെ കർത്താവ് സ്പർശിക്കട്ടെ. എങ്ങനെയെങ്കിലും കല്യാണം നടക്കണം, നടന്നേ മതിയാകത്തുള്ളൂ.
വർഷമായ കല്യാണം നടക്കാൻ പറ്റത്തില്ല എന്ന് വിചാരിച്ചുകൊണ്ട് ഇതിനു വേണ്ടി ജീവിത പങ്കാളികളെ തിരക്കി നടക്കുന്നവരുണ്ട്. അതുപോലെ തന്നെ അതിനുള്ള പണം സ്വരൂപിക്കാൻ വേണ്ടി നോക്കുന്നവരുണ്ട്. പറമ്പ് വിറ്റുമാറാൻ ഉദ്ദേശിക്കുന്നവരുണ്ട്, മാറ്റാൻ ഉദ്ദേശിക്കുന്നവരുണ്ട്. ഇങ്ങനെ ഓരോ ആ വിഷയത്തിൻ്റെ മേൽ ജീവിത പങ്കാളികളില്ലാത്തതിൻ്റെ പേരിൽ ഒത്തിരി പേര് സ്വകാര്യവും അത് സാമൂഹ്യമായ വ്യഥകളും പ്രയാസം അനുഭവിച്ച് നിരാശപ്പെടുന്നവർ എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തെ കുറിച്ചടയാളത്തിൽ വൈവാഹിക തടസ്സങ്ങൾ യേശു ക്രിസ്തു നീങ്ങിപ്പോയിട്ട് കൽപ്പിക്കുന്നു. പണപരമായ തടസ്സങ്ങൾ, അതിൻ്റെ യോഗ്യതാപരമായ തടസ്സങ്ങൾ യേശു ക്രിസ്തു നീങ്ങിപ്പോകട്ടെ. കർത്താവ് നിങ്ങളോട് നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ്, നിങ്ങളുടെ കഴിവ് കൊണ്ടല്ല കർത്താവിൻ്റെ കൃപ കൊണ്ടെന്ന രീതിയിൽ നിങ്ങളുടെ മേൽ ദൈവകരുണ തോന്നണമേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ആമേൻ. 1 Corinthians 9:27 മറ്റുള്ളവരോട് സുവിശേഷം പ്രസംഗിച്ച ഞാൻ തന്നെ തിരസ്കൃതനാകാതിരിക്കേണ്ടതിന് എന്റെ ശരീരത്തെ ഞാൻ കർശനമായി നിയന്ത്രിച്ച് കീഴടക്കുന്നു. ഇതിനുള്ള വീഴുപോകാനുള്ള സാധ്യതയുള്ളത് കൊണ്ടാണ് പൗലോസ് അപ്പോസ്തലൻ പോലും ഈ തിരിച്ചടിയെ ഭയക്കുന്നുണ്ട്. ശരിക്കും ഞാനും ഭയക്കുന്നുണ്ട്, എല്ലാവരും തന്നെ. മറ്റുള്ള വചനം പ്രസംഗിക്കുന്നവർ തന്നെ. കാര്യം ഇതിൻ്റെ ഒരു വിഷയം എന്ന് പറയുന്നത് ആർക്കും ഗ്യാരണ്ടി ചെയ്യാൻ പറ്റാത്തതാണ്. ക്രിസ്തുവിനെ പോലും ദൈവത്തിൻ്റെ ഒരു നടപടിക്രമങ്ങൾ എങ്ങനെ അറിയാമോ? അതായത് ക്രിസ്തു മനുഷ്യ ശരീരത്തിലല്ലേ, അതുകൊണ്ട് തന്നെ ക്രിസ്തുവിൻ്റെ കമ്മിറ്റ്മെൻ്റ് എല്ലാം സ്വന്തം തീരുമാനമായിരിക്കണമെന്നുണ്ടാവും. പിതാവിൻ്റെ സഹായം കൊണ്ട് ക്രിസ്തു അങ്ങനെ ചെയ്തു എന്ന് പറഞ്ഞാൽ പിന്നെ ക്രിസ്തു നാളെ ഒരിക്കലൊരു മോഡലാകത്തില്ല. അതുകൊണ്ട് ഈശോ പറയും, ഇതാണ് ഈശോയുടെ വർത്തമാനത്തിലേക്ക് എല്ലാം വരുമല്ല, സ്വയം. മത്തായി 18:4 ഈ ശിശുവിനെ പോലെ സ്വയം ചെറുതാകുന്നവനാണ് സ്വർഗരാജ്യത്തിലെ ഏറ്റവും വലിയവൻ. ഇതേ ഇതിൻ്റെ വിഷയം നമ്മൾ ശിശു എന്നും പറഞ്ഞുകൊണ്ട് പറയുമ്പോൾ തന്നെ അച്ഛന്മാരെല്ലാം കൂടി ശിശു ആനയാണ്, കൂനയാണ്, ശിശു നിഷ്കളങ്കനാണ്, ആന, അതൊന്നും വല്ല പ്രശ്നവും. സ്വയം ചെറുതാകുന്നതിനാണ് പ്രാധാന്യം. ശിശുവിനവിടെ പ്രാധാന്യമൊന്നും ഇല്ല. ശിശു ഒരു മോഡലാണ്, ടീച്ചിങ് എയ്ഡാണ്. അവിടുത്തെ മെയിൻ ഈശോ ഉദ്ദേശിക്കണത് എന്താണ്? ഈശോ ഉദ്ദേശിക്കണത് സ്വയം ചെറുതാകുക എന്നുള്ളതാണ്. സ്റ്റാറ്റസ് ലോയിങ് അല്ല, സാത്താൻ കൊണ്ടൊന്ന് ചെറുതാക്കണമല്ല മറ്റുള്ളവർ, നമ്മൾ തന്നെ സ്വയം ബൈബിള് ഭയങ്കര ഫിൽറ്ററിങ്ങാണ്. അതായത് മറ്റുള്ളവർ നമ്മൾ ചെറുതാക്കണമല്ല, ശരിക്കും പറഞ്ഞാൽ നമ്മൾ തന്നെ സ്വയമായിട്ട്. അതുകൊണ്ട് ഈശോ പരിത്യാഗം വരുമ്പോൾ സ്വയം എന്നുള്ള വാക്ക് ഈശോ ചേർക്കും. സ്വയം പരിത്യജിക്കണം എന്ന് പറഞ്ഞില്ലേ. മറ്റുള്ളവർ നിന്നെ സമ്മർദ്ദം ചെലുത്തിക്കൊണ്ട് പരിചയിപ്പിക്കണ അല്ലത്. 18:4 വായിച്ചില്ലേ നമ്മൾ? ഈ ശിശുവിനെ പോലെ സ്വയം ചെറുതാകുന്നവനാണ് സ്വർഗരാജ്യത്തിലെ ഏറ്റവും വലിയവൻ. ഈ ശിശുവിനെ പോലെ സ്വയം ചെറുതാകുന്നവനാണ്. അപ്പം ശിശുവിനല്ല പ്രാധാന്യം, സ്വയം ചെറുതാകുന്നതിനാണ് പ്രാധാന്യം.